ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഒരു എളുപ്പത്തിൽ ഷാൾ ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫുൾ കോട്ടൺ അല്ല, ഒരു മിക്സഡ് ക്ലോത്താണിത് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് മെറ്റീരിയൽ. പാൻറ്റിനും ഷാളിനും സെയിം മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു. ടോപ്പിന് വേറെ. ഇപ്പോൾ ലേസും വെച്ച് കൊടുത്തു. എന്നാൽ ലേസൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഈ സ്കാലപ്പ് പോലെ, എന്നാൽ സ്കാലപ്പ് ത്രെഡ് വർക്ക് അല്ലാതെ ക്ലോത്ത് കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഏത് മെഷീനിലും ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഷോളിന് എടുത്തിട്ടുള്ളത് 2.5 മീറ്ററാണ്. 2.25 യൂസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞത് കോട്ടൺ അല്ല, കുറച്ചൊരു മിക്സഡ് ആണ്. പിന്നെ മീറ്ററിന് 130 അങ്ങനെ എന്തോ ആണ് റേറ്റ് ഉണ്ടായിരുന്നത്. കുറച്ചായി ഞാൻ വാങ്ങിയിട്ട്, കറക്റ്റ് ഓർമ്മയില്ല. 130 140 ആണ്. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ, അതുകൊണ്ട് ലൈനിങ് ഒന്നും വെക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ 2.5 മീറ്റർ ക്ലോത്തിൻ്റെ വീതി വശത്താണ്, നീളം വശത്ത്, അതായത് പിന്നെ തുണിയുടെ വീതിയായിട്ട് വരുന്ന ആ ഭാഗത്താണ് ഞാൻ സ്കാലപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പേപ്പറിൽ ഇങ്ങനെ സ്കാലപ്പ് ഡിസൈൻ വരച്ച്, അത് ഏത് നീളവും വീതിയൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ആക്കാം കേട്ടോ. ആദ്യം റഫായിട്ടൊന്ന് വരയ്ക്കുക, എന്നിട്ട് പിന്നെ അത് എല്ലാതും ഒരേപോലെ ആക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ചീത്തവശത്തിന് നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ടുള്ള രൂപം കണ്ടില്ലേ നിങ്ങൾ, അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സ്കാലപ്പ് ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പറിലൊക്കെ വരച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഇതാ ഞാനിപ്പോൾ ഈ അടയാളം അതായത് ലെവൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മടക്കിയിട്ട്, ഞാനൊരു 1.5 ഇഞ്ചിലാണ് മടക്കിയത്. 1.5 ഇഞ്ചിൽ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെയാണ് സ്കാലപ്പ് ആ ഡിസൈൻ ഇങ്ങനെ വരച്ചെടുത്തുള്ളത്. ഡിസൈൻ ഇത്ര നീളവും വീതിയൊക്കെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ഇഷ്ടത്തിന് എങ്ങനെ ചെയ്യാം. ഈ ഡിസൈൻ അല്ലെങ്കിൽ കോണ് പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫുള്ള് വരച്ച് കൊടുത്തതിന് ശേഷം മെഷീനിൽ വെച്ചിട്ട് ആ വരയിലേക്ക് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്ന് സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ തിരിച്ച് പോകണം. അത് ഒറ്റ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ റാ എന്ന് എഴുതുന്ന പോലുള്ള ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ തയ്ച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തിനെ കംപ്ലീറ്റ് കട്ട് ചെയ്യുക. അപ്പോൾ ഈ കോണിൽ എത്തുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്തതിൽ കട്ടായി പോവാതെ ശ്രദ്ധിക്കണം. എന്നാൽ അറ്റം വരെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാവും ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി, ലെവൽ തെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചാൽ സ്റ്റിച്ചില്ലേ, അതങ്ങോട്ടേക്ക് അഴിച്ചിട്ട് ഈ ഇതിനെ മറിച്ചിടുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ അറ്റത്തെ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറിച്ചിട്ടിട്ടാകുമ്പോൾ ആ പോയിൻറ്റുകളൊക്കെ നല്ല കൃത്യമായിട്ട് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ പോലത്തെ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ ലെവലാക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റത്തെ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മെല്ലനെ സ്റ്റിച്ച് ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് മെഷീനിലും ചെയ്യാവും. മറ്റേ സ്കാലപ്പിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് മറ്റേ ഫാഷൻ മേക്കറിൽ മാത്രമാണോ ചെയ്യാൻ പറ്റുക എന്നുള്ളൊക്കെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആർക്കും എങ്ങനെയും ചെയ്യട്ടെ. വേറെ ഇതിന് എക്സ്ട്രാ സാധനങ്ങൾ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഏതെങ്കിലും എടുക്കാം. ഈ ബീഡ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ തുണി കൊണ്ട് തന്നെ നമുക്കൊരു പിന്നെ ബോൾ പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം. ഒന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടില്ലേ? അപ്പോൾ സ്കാലപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം കൂടിയ വശം, അതായത് 2.5 മീറ്ററിൻ്റെ 2.5 മീറ്ററുള്ള 2 സൈഡ് ഞാൻ ലേസാണ് കൊടുത്തത്. മറ്റേ അധികം 2 എൻഡുകളുണ്ടല്ലോ, താഴോട്ടേക്ക് തൂങ്ങി നിൽക്കുന്ന 2 എൻഡുകളാണ് സ്കാലപ്പ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സൈഡും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല വൃത്തിയിൽ ചെയ്യണമെന്ന് മാത്രം, സമയമെടുത്ത് സാവകാശം ചെയ്യണം. തിരക്ക് കൂട്ടിയാൽ ഒരു വർക്കും വൃത്തിയാവില്ല, അതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിന്നെ മറ്റേ ഫ്രോക്ക് നൈറ്റിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടോ. അപ്പോൾ ഇതിന് സ്കാലപ്പിൻ്റെ ഇടയിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലുള്ളൊരു ബീഡാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വൈറ്റിലും കിട്ടുന്നുണ്ട്, ഓഫ് വൈറ്റിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റിലുള്ളത് വാങ്ങിയതായിരുന്നു. പാക്കറ്റിന് എത്ര 25 രൂപ അങ്ങനെ എന്തോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൂചി
നൂലിൽ കോർത്ത് അടിയിലേക്ക് കൂടി കുത്തിയെടുത്തിട്ട് പിന്നെ ഇതിന് ഹോളുണ്ട്, 2 സൈഡിലും ഹോളുണ്ട്. ഒരു സൈഡിലെ ഹോളിലേക്ക് കൂടി നമ്മളിങ്ങനെ കോർത്തെടുത്തിട്ട് ഇവിടെ അടുപ്പിച്ച് വെക്കുന്നിട്ട് അടിയിലേക്ക് കൂടി തുണിയുടെ അടിയിലേക്ക് കൂടി മേലോട്ടേക്ക് തന്നെ കുത്തിയെടുക്കുക. അങ്ങനെ 2 തവണ നല്ല സൂചിയിൽ നൂല് കോർക്കുമ്പോൾ 2 ലെയറോ 3 ലെയറോ ആയിട്ട് നല്ല തിക്കാക്കിയിട്ട് തന്നെ കോർത്തോളി. എന്നിട്ട് നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കുക. വീണ്ടും ഒരു തവണ കൂടി ഹോളിലേക്ക് കൂടി കോർത്തെടുത്ത് ഒന്നും കൂടി ടൈറ്റാക്കി ഫിക്സ് ചെയ്യുക. ഇത് നമ്മളെ അടുത്ത് ഇങ്ങനത്തെ മുത്തൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മുത്തുമാലയുടെ മുത്തില്ലേ, അതെടുക്കാം. നമ്മൾ ഏത് കളറാണോ ഡ്രസ്സുള്ളത് അതിലേതെങ്കിലും ഒരു കളറാക്കിയിട്ട് ചെയ്യുമ്പോൾ അതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആഷിൻ്റെ ഇടയിൽ വൈറ്റ് ഡിസൈനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് മുത്ത് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 തവണ കോർത്തിട്ട് ആദ്യം കുത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുത്ത് ആ ഹോളിലേക്ക് കൂടി ഒന്നുകൂടി പുറത്തേക്ക് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. കെട്ടിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 തവണ കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അതായത് ആടുന്ന രൂപത്തിലാവരുത്. അതേപോലെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലോത്തിനെ നമ്മൾ വാഷിംഗ് മെഷീനിലൊന്നും ഇട്ടിട്ട് അലക്കരുത്. ജസ്റ്റ് ഷോളല്ലേ, ഒരുപാട് ചെളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് ഒന്ന് കുതിർത്ത് വെച്ച് കൈ കൊണ്ട് വാഷ് ചെയ്താൽ മതി. ഒരു ചെറിയ ഷാമ്പുവോ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. കല്ലുമ്മൽ കൊണ്ടുപോയി തല്ലി തിരുമ്പുകയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് കറക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഡാമേജ് വരുത്തും. നമ്മൾ ഡ്രസ്സിന് അലക്കുമ്പോഴും അയൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഡ്രസ്സിൻ്റെ ആയുസ് കൂടുക. മനസ്സിലായില്ലേ? അയൺ ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചില ഇൻസ്ട്രക്ഷൻസ് വീഡിയോയിൽ പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ ചെയ്ത് ഇങ്ങനെ ഓരോ ഗ്യാപ്പിൻ്റെ ഇടയിലും ഓരോരോ മുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എളുപ്പമാണ്. എന്നാൽ എക്സ്ട്രാ വേറൊരു സാധനം വേണ്ട. ആ മുത്ത് കൊടുക്കുന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. 4 സൈഡിലും ഇങ്ങനത്തെ സ്കാലപ്പ് വരുത്തിയാൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ സ്കാലപ്പിൻ്റെ വീതിയൊക്കെ കൂട്ടാം. ഇത്ര തന്നെ ഡെപ്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റഫായിട്ട് വരച്ചിട്ട് അതിൽ തീരുമാനം എടുക്കാം. അപ്പോൾ അങ്ങനെ ഫിക്സ് ആക്കിയിട്ട് വരയ്ക്കുമ്പോൾ പേപ്പറിനേക്കാളും നല്ലത് കുറച്ച് ചാർട്ട് പേപ്പറോ അല്ല കാർഡ്ബോർഡിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, എന്തെങ്കിലും ബോക്സിൻ്റെ ഒക്കെ അതുമേലൊക്കെ വരച്ച് വെട്ടിയാൽ നല്ല ഉണ്ടാവും. അപ്പോൾ ദാ ഈ കളർ കോമ്പിനേഷനിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സുകൾ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദമാക്കി പറഞ്ഞു തന്ന രൂപത്തിൽ തന്നെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എഡിറ്റിംഗ് പണിയിലായിട്ട് അത് കുറച്ച് ഡിലേ വന്നു പോയി. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. വീഡിയോയുടെ ലാസ്റ്റിലും തുടക്കത്തിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. നല്ലൊരു വീഡിയോയിലേക്കൂടെ വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.